ചിലത് പറയാതെ വയ്യ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അനർഹരായിട്ടുള്ള, കേവലം മലയാളം പരിഭാഷ നോക്കി പറഞ്ഞു കൊടുക്കുന്ന, ഗൈഡ് നോക്കി പഠിപ്പിക്കുന്ന, വലിയ അറിവുകളൊന്നുമില്ലാത്ത ആളുകൾ ചുളുവിൽ MSR കരസ്ഥമാക്കി പല മദ്രസയിലും കയറിക്കൂടി. അതിന്റെ ഫലമായി നമ്മുടെ കുട്ടികളുടെ ഭാവി തന്നെ അവതാളത്തിലായി പോകുന്ന ഒരു സാഹചര്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, MSR ചിലത് പറയാതെ വയ്യ. കേരളത്തിലെ ഇസ്ലാമിക മുന്നേറ്റത്തിന് സുപ്രധാന പങ്ക് വഹിച്ച സംവിധാനമാണ് മദ്രസ പ്രസ്ഥാനം. കേരളത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കീഴിലുള്ള 3 വലിയ പ്രസ്ഥാനങ്ങളുടെ കീഴിൽ 10,000-കണക്കിന് വരുന്ന മദ്രസകളുണ്ട്. ഒന്നാമതായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ, രണ്ടാമതായി സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ്, ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. ഈ 3 വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ 10,000-കണക്കിന് വരുന്ന മദ്രസകളും 10,000-കണക്കിന് വരുന്ന മുഅല്ലിമീങ്ങളും സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ മദ്രസകളിൽ. ആ മുഅല്ലിമീങ്ങൾക്ക് അവർ ജോലി ചെയ്യുന്ന ഏത് വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസയിലാണോ, ആ വിദ്യാഭ്യാസ ബോർഡ് അവർക്ക് നൽകുന്ന അംഗീകാര പത്രത്തിനാണ് MSR എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ 3 വിദ്യാഭ്യാസ ബോർഡിലും എനിക്ക് സേവനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യമായി സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ ഞാൻ സേവനം ചെയ്തപ്പോൾ അവിടെയുള്ള മേഖലയുമായി ബന്ധപ്പെട്ട് എനിക്ക് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ MSR ലഭിക്കുകയുണ്ടായി. പിന്നീട് ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ മദ്രസയിൽ സേവനം ചെയ്യാൻ കഴിഞ്ഞപ്പോൾ ആ മേഖലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ ആ MSR-ഉം എനിക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മദ്രസയിലും എനിക്ക് കുറെ നാൾ സേവനം ചെയ്യാൻ കഴിഞ്ഞു. ആ സമയത്ത് ആ വിദ്യാഭ്യാസ ബോർഡിന്റെ MSR എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കുറെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയുണ്ടായി. നമുക്ക് MSR എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ ധാരാളം ആലിമീങ്ങൾ, മുഅല്ലിമീങ്ങൾക്ക് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ MSR എടുക്കാൻ കഴിയാതെ സമസ്തയുടെ കീഴിലുള്ള മദ്രസയിൽ അവർക്ക് സേവനം ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ളത്. ഇതുമൂലം എന്ത് സംഭവിച്ചു എന്ന് വച്ചാൽ, അർഹരായിട്ടുള്ള പല മുഅല്ലിമീങ്ങളും, നല്ല കഴിവുള്ള പാരമ്പര്യമുള്ള ധാരാളം പണ്ഡിതന്മാർ അവർ ഈ ഫീൽഡിൽ നിന്ന് തന്നെ മാറിപ്പോകുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അനർഹരായിട്ടുള്ള, കേവലം മലയാളം പരിഭാഷ നോക്കി പറഞ്ഞു കൊടുക്കുന്ന, ഗൈഡ് നോക്കി പഠിപ്പിക്കുന്ന, വലിയ അറിവുകളൊന്നുമില്ലാത്ത ആളുകൾ ചുളുവിൽ MSR കരസ്ഥമാക്കി പല മദ്രസയിലും കയറിക്കൂടി. അതിന്റെ ഫലമായി നമ്മുടെ കുട്ടികളുടെ ഭാവി തന്നെ അവതാളത്തിലായി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ന് ഏത് മഹല്ലിൽ, പള്ളിയിൽ, എവിടെ ജോലി ഒഴിവ് വന്നാലും അവിടെയെല്ലാം ആ പരസ്യത്തിൽ കാണാം പുതുക്കിയ MSR. എന്താണ് പുതുക്കിയ MSR എന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത്, സമസ്തയുടെ പഴയ കാലത്ത് MSR മറുപക്ഷം സമസ്തയായ AP വിഭാഗം സമസ്തയിലുള്ള ധാരാളം പണ്ഡിതന്മാർക്കും ഉസ്താദുമാർക്കുമായി MSR ഉണ്ട്. അവരെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ട് MSR പുതുക്കി ഈ വിഭാഗത്തിന് മാത്രം പുതുക്കി നൽകാതെ ആ ഒരൊറ്റ വിഭാഗത്തിന് മാത്രം MSR പുതുക്കി നൽകിക്കൊണ്ട് ഇവരെ പൂർണ്ണമായും ഒരു വിഭാഗത്തിന് മാറ്റി നിർത്തലാണ് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്നറിഞ്ഞപ്പോൾ വേദന തോന്നിപ്പോയി. ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് നമുക്കൊരിക്കലും ഒരു നീതിയായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഈ അവസരത്തിൽ പറയാനുള്ളത്, പള്ളിയിലായാലും മദ്രസയിലായാണെങ്കിലും ഖതീബിനെയും മുഅല്ലിമിനെയും മറ്റുള്ള ജീവനക്കാരെയും നിയമിക്കുന്ന അവസരത്തിൽ മാനേജ്മെന്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ഗ്രൂപ്പും പാർട്ടിയും സംഘടനയും നോക്കിയിട്ട് ആളുകളെ നിയമിക്കാതെ
നമ്മുടെ പള്ളിക്ക് പറ്റിയ ആളാണോ, നമ്മുടെ മദ്രസയിലെ കുട്ടികളെ നല്ലതുപോലെ കൈകാര്യം ചെയ്യുമോ പഠിപ്പിക്കുമോ എന്നത് മാത്രം മാനദണ്ഡമാക്കി പണ്ഡിതന്മാരെ നിയമിക്കുന്ന ഒരു രീതി എല്ലാ പള്ളികളിലും എല്ലാ സ്ഥലങ്ങളിലും അത് കടന്നു വരണം. അവിടെ ഒരിക്കലും ഒരു പക്ഷപാതം ഉണ്ടാകരുത് എന്നതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇന്ന് കേരളത്തിലുള്ളതല്ല, എല്ലാ മുസ്ലിമീങ്ങളും ആഗ്രഹിക്കുന്നത് മുസ്ലിമീങ്ങളൊക്കെ ഒന്നായി മുന്നോട്ട് പോകണമെന്നാണ്. പ്രത്യേകിച്ച് രണ്ട് സമസ്തകൾ. ആ സമസ്തയുടെ പണ്ഡിതന്മാരൊക്കെ ഒന്ന് ഒരേ മനസ്സോടുകൂടി എല്ലാ തരത്തും വേദികളിലേക്ക് ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നായി മുന്നോട്ട് പോകണമെന്ന് എല്ലാവരും ആശിച്ചിരിക്കുന്ന ഈ സമയത്ത് MSRന്റെ പേരിൽ ഒരു വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരെയും മുഅല്ലിമീങ്ങളെയും ഒന്നാകെ മാറ്റി നിർത്തുന്നത് ശരിയല്ല. ഈ വിഷയത്തില് ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കൾ, വിദ്യാഭ്യാസ ബോർഡിന്റെ നേതാക്കൾ, മാനേജ്മെന്റുകൾ ഇടപെട്ടുകൊണ്ട് നീതിപൂർവമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായാൽ അത് നമുക്കെല്ലാവർക്കും ഗുണകരമായിരിക്കുമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. മുഅല്ലിമീങ്ങളായ ആളുകളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ഏത് വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിലാണ് സേവനം ചെയ്യുന്നതെങ്കിലും ആ വിദ്യാഭ്യാസ ബോർഡിനോട് പൂർണ്ണമായും കൂറുള്ളവരാകണം. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ പഠിപ്പിക്കുന്നവരാണെങ്കിൽ നമ്മൾ ആ പ്രസ്ഥാനത്തിന്റെ ആളുകളല്ലെങ്കിലും ആ വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗങ്ങളിൽ പങ്കെടുക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളിലും അവരുടെ സമ്മേളനങ്ങളിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നാം പങ്കെടുക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യണം. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിലാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പങ്കെടുക്കണം. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ മദ്രസയിലാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമ്മൾ പങ്കെടുത്ത് പൂർണ്ണമായും നാം ജോലി ചെയ്യുന്ന ഏത് വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലാണോ അവരോട് പൂർണ്ണമായും അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ അതിനോട് 100% കൂറു പുലർത്തിക്കൊണ്ട് പെരുമാറണം. ഞാൻ അതിന്റെ ആളല്ല, ഞാൻ ഈ സംഘടനയുടെ ആളാണ്, അതുകൊണ്ട് എനിക്കൊന്നും ഇത് ബാധകമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഒരിക്കലും അത് ശരിയല്ല. പൂർണ്ണമായും അവരോട് കൂറു പുലർത്തി അവരോടൊപ്പം നിന്ന് നാം മുന്നോട്ട് പോകണം. അങ്ങനെ നാം 3 വിദ്യാഭ്യാസ ബോർഡാണെങ്കിലും പഠിപ്പിക്കുന്ന ആദർശങ്ങളും ആശയവും ഒക്കെ ഒന്ന് തന്നെയാണ്. ഒന്നിനും ഒരു മാറ്റമില്ല. ചില കാര്യങ്ങൾ, ചില വിഷയങ്ങൾ, ചില വിശദീകരണങ്ങളും കാര്യങ്ങളും വ്യത്യാസമുണ്ട് എന്നതല്ലാതെ ആശയവും ആദർശവും വിശ്വാസവും ഒക്കെ ഒന്ന് തന്നെയാണ്, ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് MSR എന്നുള്ളത് ഒരു മുഅല്ലിമിന്റെ അവകാശമാണ്. അത് ആ മുഅല്ലിമിന് അവൻ മുഅല്ലിമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഗ്രൂപ്പും പാർട്ടിയും ഒന്നും നോക്കാതെ തന്നെ അത് കൊടുത്ത് നല്ല രൂപത്തിൽ ഐക്യത്തോടു കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.